പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഹായ്, യേശുവല്ല അഡോണായി മിനിസ്ട്രിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ പിതാവ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, എന്താണ് ഈ ടോപ്പിക്ക്? എൻ്റെ പിതാവ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത് കാണുന്ന എല്ലാവരും എൻ്റെ പിതാവെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു പിതാവിൻ്റെ പേര് ഓർമ്മ വരും അല്ലേ? എൻ്റെ പിതാവിൻ്റെ പേര് ഇതാണ്. സോ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു പിതാവിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. സാംസ് 1:39 അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. For you created my inmost being. You knit me together in my mother's womb. I praise you because I am fearfully and wonderfully made. Your works are wonderful. I know that full well. My frame was not hidden from you when I was made in the secret place, when I was wombed together in the depth of the earth. Your eyes saw my unformed body. All the days ordained for me were written in your book before one of them came to me. How precious to me are your thoughts, God. How vast is the sum of them. ഇതാര് പറയുന്നതാ? ഇത് ഡാവിഡ് ദൈവത്തെക്കുറിച്ച് പറയുന്നതാ. ഡാവിഡിൻ്റെ ജീവിതത്തിൽ ഡാവിഡ് അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് ഡാവിഡ് പറയുന്ന ഒരു കാര്യമാണ്. സോ നമുക്കിപ്പോൾ നമ്മുടെ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തി ഫോമായി വരുന്നത് എങ്ങനെയാണ്? ഒരു മെൻ ആൻഡ് വുമൺ തമ്മിലുള്ള ഒരു ജോയിൻറ്റിൽ ഒരു വ്യക്തി ഫോമായി വരുവാണ്. അതിന് മെഡിക്കൽ സയൻസിന് പല പ്രോസസ്സുകൾ പറയുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. നമ്മുടെ മെഡിക്കൽ സയൻസൊക്കെ അതിനൊക്കെ ദൈവത്തെ ഓർത്ത് നന്ദി പറയാം. മെഡിക്കൽ സയൻസിനായിട്ട് നന്ദി. പ്രൈസ് യു ലോർഡ്. ബട്ട് അതിന് മേലെയായിട്ടുള്ള ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്ത് തരുക. മെഡിക്കൽ സയൻസ് പറയുമ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഒരു ഫോം, ഇതിൽ തന്നെ 16 വേർഡിൽ പറയുന്നുണ്ട്. ബൈബിൾ വേർഡ്സ് പറയുകയാണ് അൺഫോംഡ് ബോഡി. അതായത് അൺഫോംഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ രൂപം ആ ബോഡിക്ക് വന്നിട്ടില്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഫോം അറിയുന്നത്. അപ്പോൾ ഈ ഫോം എങ്ങനെ അൺഫോംഡ് ബോഡി എങ്ങനെ ഫോംഡ് ബോഡിയായി, അതായത് ഒരു രൂപം ഉള്ള ഒരു ബോഡി ആയി വരുന്നു എന്നുള്ളതാണ് ഒരു മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷേ ഈ രൂപം ഉണ്ടാവുന്നതിന് അകത്ത്, ആ ബോഡിക്കകത്ത് ആവശ്യമായിട്ടുള്ള പല അവയവങ്ങളുമുണ്ട്. ഹാർട്ട് വേണം, ലങ്സ് വേണം, കിഡ്നി വേണം, വെയിൻസ് വേണം, പല രീതിയിലുള്ള പല ഘടകങ്ങൾ, എക്സാമ്പിൾ പ്രോട്ടീൻസ് വേണം, സകലതും വേണം. ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി വന്നിട്ടാണ് ആ ഒരു വൂമ്പിൽ കിടന്നിട്ട് ആ ഒരു ബേബി ഒരു ഫോം രൂപത്തിലോട്ട് വരുന്നത് അല്ലേ? അതിനു മുമ്പ് ഒരു ഫോം രൂപത്തിലില്ല. ഫോം എങ്ങനെ ഉണ്ടാവുന്നു? ഒരു ഹാർട്ട് എങ്ങനെ ഉണ്ടാവുന്നു? ബേബിയുടെ ആ ഉള്ളിൽ, ആ ഇന്നർ മോസ്റ്റിൽ എങ്ങനെയാണ് ഒരു ഹാർട്ട് ഉണ്ടാവുന്നത്, കിഡ്നി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നർ പാർട്ട് ഉണ്ടാവുന്നതിന് കാരണം പിതാവും മാതാവും ആണോ? ഉറപ്പുണ്ടോ അതിന്? നമുക്കത് വചനത്തിലൂടെ ചെക്ക് ചെയ്യാം. വചനം എന്താണെന്ന് പറയുന്നത്? ഡാവിഡ് പറയുക, ലോർഡ് യു മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ദൈവം എന്നെ ഏറ്റവും ബെസ്റ്റായിട്ടും വളരെ മനോഹരമായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത്. യുവർ വർക്ക്സ് ആർ വണ്ടർഫുൾ. ദൈവത്തിൻ്റെ വർക്ക്സ് എല്ലാം വണ്ടർഫുള്ളാണ്, അതെല്ലാം നല്ലതാണ്. മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ ഫ്രം യു വെൻ ഐ വാസ് മെയ്ഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. വചനം എന്താ പറയുന്നത്? സാംസ് 1:39-15 പറയുന്ന സീക്രട്ട് പ്ലേസ്. ആ ഒരു സീക്രട്ട് പ്ലേസിലാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന, ഞാൻ കേൾക്കുന്ന നിങ്ങളും എല്ലാം ഫോമായി വന്നത്, ഒരു രൂപമായി വന്നത്. വെൻ ഐ വാസ് വൂവൺ ടുഗദർ ഇൻ ദ ഡെപ്ത് ഓഫ് ദ എർത്ത്. അതായത് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നമ്മളെ ഒരു വ്യക്തി മെനഞ്ഞു. ആ മെനഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് ഡാവിഡ് പറയുന്നത്. ആ വ്യക്തിയുടെ പേര് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാൽ അതൊരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുക. ഈ വ്യക്തിയാണ് എന്നെ മെനയുന്നത്. നമ്മളതിനെ ഒരു ഇമാജിൻ ചെയ്യുക. ഈ ഒരു കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് ഇരിക്കുക, ആ കളിമണ്ണ് അതിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു ഫോമായി വരുമ്പോൾ ആർക്കാണ് അതിൻ്റെ
എന്തോ അത് ഉണ്ടാക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റ് വരുന്നത്, അല്ലെങ്കിൽ അത് ആർക്ക് ബിലോങ്സ്ഡ് ആയിരിക്കും? ആ ഉണ്ടാക്കിയ വ്യക്തിക്ക് ബിലോങ്സ്ഡ് ആയിരിക്കും, അല്ലയോ? അത് ഉണ്ടാക്കിയതാരോ അതാണ് അതിൻ്റെ ഓണർ. സോ അതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ പറയുന്നത് എന്താ? എൻ്റെ ഒരു, അതായത് എൻ്റെ ഒരു അമ്മ പറയും, എൻ്റെ ഭൂമിനകത്ത് എന്തുണ്ട്? എൻ്റെ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് കാരണക്കാരായത് പിതാവും മാതാവും ആണെന്ന് പറയും. പക്ഷെ ആ കുഞ്ഞ് ആ ഫോമിൽ വരുന്നതിന് കാരണക്കാരൻ ആരാണ്? അത് ക്രിസ്തുവാണ്. ദൈവം നമ്മെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മെനഞ്ഞത് കൊണ്ടാണ് അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം നമ്മളെ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ലോകത്തിലെ പിതാവിനെയും മാതാവിനെയും നമുക്ക് കിട്ടിയത്. പക്ഷെ ആക്ച്വൽ പിതാവ് ആരാണ്? ക്രിസ്തുവാണ് ആക്ച്വൽ പിതാവ്. നമ്മുടെ പിതാവ് ആരാണ്? ക്രിസ്തുവാണ് ആക്ച്വൽ പിതാവ്. അതിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൗ പ്രിഷ്യസ് ടു മീ ആർ യുവർ തോട്ട്സ് ഗോഡ്. എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മളൊരു ഫോമായി വരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ തോട്ടിൽ നമ്മളുണ്ടായിരുന്നു. നമ്മുടെ ഫുൾ ഫോം, അതായത് ആ ബോഡി എങ്ങനെയായിരിക്കും, ഒരു വ്യക്തി ക്രിയേറ്റായി വരുമ്പോൾ അതിൻ്റെ രൂപം എന്താണ്, ഫേസ് എന്താണ്, കൈയുടെ എങ്ങനെയായിരിക്കും, കാലെങ്ങനെയായിരിക്കും, എല്ലാം, ആ കുഞ്ഞിൻ്റെ ചിരി എങ്ങനെയായിരിക്കും, ആ കുഞ്ഞിൻ്റെ നോട്ടം എങ്ങനെയായിരിക്കും, സകലത, സ്കിൻ ട്യൂൺ എന്തായിരിക്കും, ഇതെല്ലാം ദൈവത്തിന് തോട്ടിലറിയായിരുന്നു. ഈ തോട്ടിലാണ് ദൈവത്തിൻ്റെ ആദ്യം നമ്മൾ ജനിച്ചത്. ആ ജനിച്ച നമ്മളെ ദൈവം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ക്രിയേറ്റ് ചെയ്തിട്ട് അമ്മയുടെ ഉദരത്തിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഞാൻ ഇതെന്തിനാണ് പറയുന്നത്? എനിക്ക് എൻ്റെ പപ്പയില്ല, എൻ്റെ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് വരുന്നവരുണ്ട്. ഒരു പിതാവിൻ്റെ സാന്നിധ്യം അറിയാതെ വളർന്നു വന്നവരുണ്ട്, അല്ലെങ്കിൽ പിതാവിനെ പാതിയിൽ വെച്ച് നഷ്ടപ്പെട്ടവരുണ്ട്, പിതാവിൻ്റെ സ്നേഹം ആക്ച്വലി ലഭിക്കാത്തവരുണ്ട്. അങ്ങനെ പലരും ആ ഒരു വാക്കൻറ്റ് സ്പേസിനെ ഓർത്ത് വിഷമിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. സോ അവരുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങളുടെ ആക്ച്വൽ പിതാവ് ഇന്നും ജീവിച്ചിരിക്കുക. ദൈവത്തിൻ്റെ തോട്ട്സിൽ നിങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങളെ ദൈവം ക്രിയേറ്റ് ചെയ്ത് ഈ ലോകത്തിലെ പിതാവിനും മാതാവിനോട് കൊടുത്തത്. ഓക്കെ, ദൈവത്തിൻ്റെ കൈവേലകളെല്ലാം ഡേവിഡ് പറയുന്നത് എന്താ? അത് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്നാ. ഫിയർഫുള്ളി എന്തെന്നാ? ഏറ്റവും ബെസ്റ്റാണ്. എന്നെ കാണുന്നത് നിങ്ങളെല്ലാവരും ബെസ്റ്റാണ്, ഏറ്റവും ബെസ്റ്റും ബ്യൂട്ടിഫുള്ളും ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നതുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വൽ സൃഷ്ടികർത്താവ് ദൈവമാണ് നിങ്ങളുടെ പിതാവ്. ആരാണോ നിങ്ങളുടെ മെനഞ്ഞത്, നിങ്ങളുടെ ജനനത്തിന് കാരണമായത് ആരാണോ ആ വ്യക്തിയാണ് നിങ്ങളുടെ പിതാവ്. ഈ ലോകത്തിലുള്ള പിതാവിനെയും മാതാവിനെയും ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അവരെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, സകലതും ചെയ്യുക. പക്ഷെ ആ ഒരു പിതാവ് ഉണ്ടെങ്കിലും മാതാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചിലപ്പോൾ പിതാവില്ല മാതാവില്ല എങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് ഇന്നും ജീവിച്ചിരിക്കുക. നിങ്ങളുടെ യഥാർത്ഥ പിതാവ്, സത്യമായിട്ടുള്ള യഥാർത്ഥ പിതാവ് ഇന്നും നിങ്ങൾക്കായി ജീവിച്ചിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തോട്ടിൽ നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഇമാജിൻ ചെയ്യുക എന്തുമാത്രം പ്രഷ്യസ് ആണ് നിങ്ങൾ ദൈവത്തിന്. ഒത്തിരി പ്രഷ്യസ് ആണ് ദൈവത്തിന്. ഡേവിഡ് ഇങ്ങനെ പറയുന്നുണ്ട്, ഹൗ പ്രിഷ്യസ് ടു മീ ആർ യുവർ തോട്ട്സ് ഗോഡ്. എന്ന് വെച്ചാൽ ദൈവം അത് നമ്മളെ ഉണ്ടാക്കിയില്ല, അതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മളെ പ്രഷ്യസ് ആണ്. ദൈവത്തിൻ്റെ കണ്ണിലും നമ്മളെ ചിന്തയിലൊക്കെ, ദൈവത്തിൻ്റെ ചിന്തയിലൊക്കെ നമ്മൾ ഭയങ്കര പ്രഷ്യസ് ആണ്. പ്രഷ്യസ് ആയിട്ടുള്ള സാധനത്തിന് ദൈവം എടുത്ത് എന്തെങ്കിലും ദോഷം വരാൻ അനുവദിക്കുമോ? പ്രഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയ്ക്ക് കെയറാണ്. ഈ ലോകത്തിലെ പിതാവ് നമ്മളെ കെയർ ചെയ്യുന്നതിന് 10 മടങ്ങ്. എന്താ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അൺലിമിറ്റഡാണ് ദൈവത്തിൻ്റെ സ്നേഹവും കെയറും ഒക്കെ. ഇതിൽ പിതാവ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമല്ലാത്ത കാര്യത്തെ ഓർത്ത് വേദനിക്കുന്നത്? നിങ്ങളുടെ യഥാർത്ഥ പിതാവ് നിങ്ങൾക്കായി ജീവിച്ചിരിക്കുന്നു. ഒരു സ്നേഹനിധിയായ പിതാവ് നിങ്ങൾക്കായി ജീവിച്ചിരിക്കുന്നു. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ ലോകത്തുള്ള പിതാവിനെ കാണാൻ പറ്റും, മേളിലിരിക്കുന്ന നമ്മളെ ഒറിജിനൽ പിതാവിനെ കാണാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് ഒരു പിതാവായിരിക്കാം. നിങ്ങളെ കുഞ്ഞിന് കൊടുക്കുന്ന ആ സ്നേഹം എത്രത്തോളമാണ്. പക്ഷെ അതിനേക്കാളും നിങ്ങളെ സ്നേഹിക്കുവാൻ ആർക്ക് കഴിയും? പിതാവിന് കഴിയും. പിതാവിന് കഴിയുമെന്ന് ഞാൻ പറയുന്നത് അത് സ്നേഹം രുചിച്ചറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്നേഹത്തിലോട്ട് നിങ്ങളൊന്ന് ആഴ്ന്നിറങ്ങി നോക്കിയേ. എൻ്റെ പിതാവ്, എൻ്റെ ജീസസ് ക്രൈസ്റ്റ് ഇന്നും എനിക്കായി ജീവിക്കുന്നു. ഒരു ഗോഡിന് ഉപരിയായിട്ട് എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവ് എനിക്കായി ജീവിക്കുന്നത് കൊണ്ട് എന്താ എനിക്കൊരു സങ്കടവുമില്ല. നിങ്ങളിനി ആ ഇല്ലായ്മ ഓർത്തല്ല മുന്നോട്ട് പോകേണ്ടത്. എനിക്കായി ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ദൈവത്തെ
എന്തോ ദൈവത്തിന് എന്തോ ഹീസ് എ അൺലിമിറ്റഡ് ഗോഡാണ്, ഇൻഫിനിറ്റിയാണ്. ദൈവത്തിന് ഒരിക്കലും അവസാനം ഇല്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇനി ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുമോ? എനിക്ക് ആരും ഇല്ലയെന്ന് ചിന്തിക്കുമോ? എൻ്റെ പിതാവില്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ പിതാവ്, നിങ്ങളുടെ ആക്ച്വൽ പിതാവ്, നിങ്ങൾ ആക്ച്വൽ അമ്മയുടെ മുമ്പിൽ ഡിസൈൻ ചെയ്ത പിതാവ്, നിങ്ങളെ സൃഷ്ടിച്ച പിതാവ്, നിങ്ങൾക്ക് ജീവൻ തന്ന പിതാവ്. ഇത് എവിടെയെങ്കിലും മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടോ ജീവൻ എവിടെ നിന്ന് വരുന്നു? എൻ്റെ സൃഷ്ടിക്ക് കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഞാൻ സാംസ് 139 കൂടെ നിങ്ങളോട് അറിയിക്കുന്നത്. ഇത് ഞാൻ അറിയിക്കുന്നത് മാത്രമല്ല, ഡേവിഡ് സാക്ഷ്യം പറഞ്ഞിരിക്കുക എന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന്. ആരാ? ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഡേവിഡിനെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തോട്ട്. ഓക്കെ, ഡേവിഡ് ഒരു അമ്മയുടെ ഉദരത്തിൽ കൂടെ അല്ലേ വന്നത്? നമ്മൾ ഒരു അമ്മയുടെ ഉദരത്തിൽ കൂടെ അല്ലേ വന്നത്? സോ നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ പിതാവ്, എൻ്റെ ഒറിജിനൽ പിതാവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. പിന്നെ ഈ ലോകത്തിൽ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് ദൈവം നമുക്ക് പിതാവ് മാതാവൊക്കെ തന്നിട്ടുണ്ട്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പിതാവ്, യഥാർത്ഥ കർത്താവ്, യഥാർത്ഥ നമ്മുടെ പിതാവ്, സ്വന്തം പിതാവ് ഇന്ന് നമുക്കായി ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആരും അതിനെ ഓർത്ത് വിഷമിക്കരുത് എന്നാണ് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്. ഇനി എൻ്റെ ദൈവത്തെ എല്ലാവരും സ്നേഹിക്കുമോ? നമ്മളെ ദൈവം ജീവനുള്ള ദൈവം, നമ്മളെ പിതാവ് ജീവനുള്ള പിതാവാ. ഹല്ലേലൂയ. 16 വേർഡിൽ ഒരിക്കൽ കൂടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ഒന്നും കൂടെ പറയുക. Your eyes saw my unformed body. All the days ordained for me were written in your book before one of them came to me. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദൈവം സൃഷ്ടിച്ചിട്ട് ഈ വ്യക്തിക്ക് ഓരോരോ സാഹചര്യങ്ങളിൽ എന്താണ് നടക്കേണ്ടത് എന്നെല്ലാം ദൈവം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ചെയ്യും, കുഞ്ഞിന് വേണ്ടിയിട്ട് ഡ്രസ്സ്, അതെല്ലാം ചെയ്യും, നീടെല്ലാം ചെയ്യും. സോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അതായത് ഉണ്ടാക്കിയ കർത്താവിന് അറിയാം എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, യേശുപ്പച്ച ഒന്ന് മെനയുമ്പോൾ നമ്മുടെ ഒരു പിതാവ് മാതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, നല്ല നല്ല സെറ്റപ്പിൽ ആ കുഞ്ഞിനെ ആക്കണം, ഒത്തിരി മേടിച്ചു കൊടുക്കണം, ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് എന്തോ പറയുന്നത്? നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ തോട്ടിൽ നമ്മളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ കൊടുക്കണമെന്നുള്ളതെല്ലാം ദൈവം ഒരു ബുക്കിൽ എഴുതി വച്ചിരിക്കുക. ഓൾറെഡി നിങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും, നിങ്ങൾ ആരായി തീരണമെന്നും നിങ്ങൾ എന്തായി തീരണമെന്നും നിങ്ങളുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്നും എന്തൊക്കെ നീഡ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതെല്ലാം ദൈവം എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നും സകലതും ദൈവം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം കരുതി വച്ചിരിക്കുക. ദൈവത്തിൻ്റെ ചിന്തയിൽ കൂടെ എല്ലാം സകലതും ദൈവം കരുതി വെച്ചു. ഇത്രയും സ്നേഹമുള്ള ഒരു പിതാവ് നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ കൈവിടുമോ? നമ്മളെപ്പോഴും ഫിസിക്കലി ആരുടെയെങ്കിലും ഹെൽപ്പാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഫിസിക്കലി അല്ലാതെ കാണാതെ ഇരിക്കുന്ന ഒരു പിതാവിൻ്റെ ഹെൽപ്പ് എന്താ? അത് തോട്ടിലാണ്, ദൈവത്തിൻ്റെ തോട്ടിലാണ് നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീപ്നെസ് എന്തെന്ന് മനസ്സിലാവും. ഒരു അമ്മയും ഒരു പപ്പയും നമ്മളെ കാണുന്നത് തന്നെ നമ്മൾ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ് ഒരു പൂർണ്ണ രൂപം. ഇത് അതിനു മുമ്പേ ദൈവം എന്തോ നമ്മളെ കണ്ടിരിക്കുക, നമുക്കുള്ള സകലതും ക്രമീകരിച്ചിരിക്കുക. ഇത്രയും സ്നേഹനിധിയായിട്ടുള്ളൊരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പിതാവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. ആരെങ്കിലും നമ്മുടെ സ്വന്തം പിതാവിനെ, ഈ ലോകത്തിലുള്ള സകലർക്കും ഉള്ള ഒരേ ഒരു സ്വന്തം പിതാവ്, എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ സംസാരം കേൾക്കുന്ന, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന, നമ്മുടെ നെടുവീർപ്പുകൾ കേൾക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ കൂടെ തുണയായി ഇരുന്ന് നമുക്ക് സകലതും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പിതാവ്, ഏക സത്യദൈവം, അതാണ് നമുക്കായിട്ട് ഉള്ളത്. ആരാണത്? ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തെ ആരെങ്കിലും രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവസ്നേഹത്തിലോട്ട് വരിക. അതൊരു അനുഭവമാണ്. അത് നമ്മൾ ദൈവത്തെ ആ സ്നേഹം രുചിച്ചറിയേണ്ടതാണ്. ആ ഒരു സ്നേഹത്തിലോട്ട് എല്ലാവരും വരിക. ഇനി എന്താ വരിക? അതുമല്ല, നിങ്ങളിനി സങ്കടപ്പെട്ടിരിക്കരുത്. എനിക്ക് പിതാവില്ല, നിങ്ങൾക്കായി ഒരു പിതാവ്. അതാണ് നമ്മുടെ സ്വർഗസ്നായ പിതാവ്. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. നിങ്ങളെല്ലാവരും ബ്ലെസ്ഡായെന്ന് വിശ്വസിക്കുന്നു. ഈ മെസ്സേജിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവ സാന്നിധ്യം ഫീൽ ചെയ്തു, എൻ്റെ ദൈവം എന്നെ ടച്ച് ചെയ്തു, ഞാൻ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് ആർക്കെങ്കിലും തുറന്നു പറയാൻ താല്പര്യമുണ്ടെങ്കിൽ, നോ പ്രഷർ.
ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മളിൽ കൂടെ ദൈവം മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുക, അനുഗ്രഹിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഇല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.